നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. 3 ഗോളുകൾക്കാണ് അവർ ബ്രെൻഫോർഡിനെ പരാജയപ്പെടുത്തിയത്. ഫിൽ ഫോഡൻ ഹാട്രിക് നേടി. വിജയത്തോടുകൂടി ഇപ്പോൾ 22 കളികളിൽ നിന്ന് 49 പോയിന്റ് ആയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. അതായത് ലീഗിൽ ലീഡ് ചെയ്യുന്ന ലിവർപൂളിനേക്കാൾ 2 പോയിന്റ് മാത്രമേ സിറ്റിക്ക് കുറവുള്ളൂ എന്ന് മാത്രമല്ല, ലിവർപൂളിനേക്കാൾ 1 കളി കുറച്ചാണ് സിറ്റി കളിച്ചിരിക്കുന്നത്. അതായത് അവരുടെ കയ്യിലുള്ള ആ ഒരു മത്സരം വിജയിച്ചാൽ തന്നെ ലിവർപൂളിനെ മറികടന്ന് 1-ാം സ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ കഴിയും. ലിവർപൂൾ 23 കളികളിൽ നിന്ന് 51 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. മൂന്നാമതുള്ള ആഴ്സണലിന് 23 കളികളിൽ നിന്ന് 49 പോയിന്റാണ്. ചുരുക്കത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇത്തവണയും പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിൽ തന്നെയാണ് അവർ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രെൻഫോർഡിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലൈനപ്പിൽ കെവിൻ ഡി ബ്രൂയിനെയും ഏർലിംഗ് ഹാലൻഡും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും കുറേ കാലങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു കളിയാണ്. എന്നാൽ ബ്രെൻഫോർഡാണ് 21-ാമത്തെ മിനിറ്റിൽ ലീഡ് എടുക്കുന്നത്. മുവാപ്പയിലൂടെ അവർ ലീഡ് എടുക്കുന്നു. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫിൽ ഫോഡൻ്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ഒപ്പം പിടിക്കുന്നു. ഇടവേള സമയത്ത് 1-1 എന്ന രൂപത്തിൽ സമനിലയായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 53-ാമത്തെ മിനിറ്റിലും 70-ാമത്തെ മിനിറ്റിലും ഫിൽ ഫോഡൻ ഗോൾ അടിച്ചുകൊണ്ട് തൻ്റെ ഹാട്രിക്ക് പൂർത്തിയാക്കി. അതോടുകൂടി സിറ്റി മത്സരം വരുതിയിലാക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.